കഴിഞ്ഞ 3 ദിവസമായി മമ്മൂക്കയെക്കുറിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലെ സത്യവും അസത്യവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് പലതും. കാളപ്പറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കുന്ന പ്രവണതയാണ് പല വാർത്തകളിലും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരോഗ്യ പ്രശ്നങ്ങൾ ഒരാളുടെ വ്യക്തിപരമായ കാരണങ്ങളാണ്. അത് ഇത്രയേറെ ചർച്ചയാകുന്നത് അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം തന്നെയാണ്. ഓരോ മലയാളിയും അദ്ദേഹത്തെ തൻ്റെ ബന്ധുവായും വീട്ടിലെ ഒരു അംഗത്തെ പോലെയുമാണ് കാണുന്നത് എന്നത് തന്നെയാണ് കാരണം. അതിനാൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആരോഗ്യ പ്രശ്നമായാലും അറിയാൻ ജിജ്ഞാസയേറുന്നു. ചിലരുടെ സംശയത്തിനും സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്തകൾക്കും ഒടുവിൽ മമ്മൂട്ടിയുടെ PR ടീമിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. മമ്മൂട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ മമ്മൂക്കായും കുടുംബവും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നതും മഹേഷ് നാരായണൻ്റെ മെഗാ ബഡ്ജറ്റ് ചിത്രത്തിൽ നിന്നും പെട്ടെന്ന് അവധിയെടുത്തതും പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ വേണ്ടത്ര കാശില്ലാത്തതും പകരം വേറെ പ്രൊഡ്യൂസർമാരെ കണ്ടെത്തിയതും, അങ്ങനെ വളരെ പ്രതിസന്ധിയിലൂടെയാണ് സിനിമ കടന്നുപോകുന്നത്. എല്ലാ റമദാനും കൃത്യമായി നൊയമ്പെടുക്കുന്ന മമ്മൂക്ക റമദാൻ മാസമായതുകൊണ്ട് കുറച്ചു ദിവസം കുടുംബത്തോടൊപ്പം നിൽക്കാൻ അവധിയെടുത്ത് ചെന്നൈയിലെത്തിയതാണെന്നും മമ്മൂക്കയോട് ഏറ്റവും അടുത്ത ചിലർ രഹസ്യമായി ചിലതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിനിടയിലെ ഛർദിയും ക്ഷീണവും കാരണം കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചില പരിശോധനകൾ നടത്തി. പരിശോധനയിലെ ചില സംശയങ്ങൾ കാരണം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെത്തി തുടർ പരിശോധനകൾ നടത്തി എന്നാണ് അവർ പറയുന്നത്. മകളും ഭർത്താവും അടക്കം ഒട്ടനവധി സുഹൃത്തുക്കൾ മമ്മൂക്കയ്ക്ക് അപ്പോളോ ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഇവിടെ എത്തി വിശദമായ പരിശോധനകളും നടത്തിയത്. ഈ പരിശോധനയിൽ നിന്നും അപകടകരമായ ഏതൊന്നും ഇല്ലെന്നും കുടൽ ക്യാൻസറിൻ്റെ ചെറിയ തുടക്കം മാത്രമേ ഉള്ളൂവെന്നും കണ്ടെത്തി. ഇത് അപകടകരമല്ലെങ്കിലും നിസ്സാരമായി കാണരുത് എന്നും തുടക്കത്തിലെ കണ്ടെത്തിയതുകൊണ്ട് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാമെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ റേഡിയേഷന് വിധേയനാകുമെന്ന് കേരള കൗമുദിയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. റേഡിയേഷനു ശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കണം. സോഷ്യൽ മീഡിയകൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഏതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇടയില്ല എന്ന് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു. ചിട്ടയായ ആഹാര രീതിയും വ്യായാമവും മമ്മൂക്കയുടെ പ്രത്യേകതകളാണ്. കൃത്യമായി നൊയമ്പ് നോക്കുന്നത് കാരണം ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരാൻ സാധ്യത കുറവാണ്. ക്യാൻസർ കോശങ്ങൾ വിശപ്പ് സഹിക്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന മഹാനടന് ഇത്തരത്തിലൊരു അസുഖം വരാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പിന്നെ എന്താണ് സംഭവിച്ചത്? മമ്മൂട്ടിയുടെ PR ടീം പറയുന്നത് മമ്മൂക്കായ്ക്ക് ഏതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്നാണ്. ഉടൻ തന്നെ സിനിമാ ഷൂട്ടിങ്ങുകളിലേക്ക് മടങ്ങിയെത്തുമെന്നും പറയുന്നു. മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമായ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിനായി മലയാളികൾ കാത്തിരിക്കുമ്പോഴാണ് ഈ ദുഃഖവാർത്ത. മമ്മൂക്കയ്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് കേരളക്കരയാകെ.